ജലത്തെ നമുക്ക് എന്തെങ്കിലും മന്ത്രം ചൊല്ലിയാലോ അല്ലെങ്കിൽ അതിനെ എനർജൈസ് ആക്കി നമ്മുടെ ബോഡിയിലെ എനർജി മാറ്റാൻ കഴിയും. 100% പറ്റും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ബേസിക്കലി ഒരു 70% വാട്ടറാണ്. വാട്ടർ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിലോട്ട് പോകുന്ന സമയത്ത് ഈ നമ്മുടെ ബോഡിയിലുള്ള വെള്ളമായിട്ട് മിക്സ് ആവും. എന്താണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം അന്ന് നമുക്ക് ചിന്തിക്കാനൊരു കഴിവില്ല. നമ്മളിതെല്ലാം ഭയങ്കര ഹാപ്പിയോടുകൂടി ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനൊരു സംഭവം കാണുന്നില്ല. അതിന് പുറമെ ചില പ്രൊഫഷണൽ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം വച്ചേക്കും. എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇടത് കൈയുടെ മധ്യഭാഗത്ത് ഗ്ലാസ് വയ്ക്കുക. കുപ്പി ഗ്ലാസ് ആയിരിക്കണം. വലത് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന് നേരെ അഭിമുഖം വച്ചിട്ട് നമ്മൾ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത്, സൂര്യദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലേ? സൂര്യദേവൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്നെ പ്രാപഞ്ചിക ഊർജ്ജം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ജപിച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചെറിയൊരു മധുരമോ അല്ലെങ്കിൽ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റോ, അത് മോളിക്യൂൾസിനെ എനർജൈസിങ് മെക്കാനിസമോ. ചേട്ടാ, നമ്മൾ ഈ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പുരാണങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പം അവതാർ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പഞ്ചഭൂതങ്ങളെ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എയർ ബെൻഡിങ്, വാട്ടർ ബെൻഡിങ്, ഫയർ ബെൻഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ വാട്ടർ ബെൻഡിങ്. അപ്പം നമ്മുടെ പുരാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും പുണ്യാഹം കൊടുക്കാറുണ്ട്, തീർത്ഥം കൊടുക്കാറുണ്ട്, ചില അമ്മൂമ്മമാരൊക്കെ വെള്ളത്തിൽ ഊതി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അത് മന്ത്രം ജപിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഈ ജലത്തെ നമുക്ക് എന്തെങ്കിലും മന്ത്രം ചൊല്ലിയാലോ അല്ലെങ്കിൽ അതിനെ എനർജൈസ് ആക്കി നമ്മുടെ ബോഡിയിലെ എനർജി മാറ്റാൻ കഴിയും. 100% പറ്റും. അതായത് അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിലും കോൺക്ലേവ് ചെയ്യുമ്പോൾ ഈ കോൺക്ലേവിനകത്ത് വരുന്ന ആൾക്കാരെ നമ്മളെ എന്താ പറയുക, നെഗറ്റീവായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ബേസിക്കലി ഒരു 70% വാട്ടറാണ് അല്ലേ? അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിലോട്ട് പോകുന്ന സമയത്ത് ഈ നമ്മുടെ ബോഡിയിലുള്ള വെള്ളമായിട്ട് മിക്സ് ആവും. ഒരു കെമിക്കൽ റിയാക്ഷനാണ്, ഒരു സയൻറ്റിഫിക് പ്രൂവൺ സംഭവമാണ്. എത്രയോ പേര് ചെയ്യുന്ന സംഭവമാണ്, പല രീതിയിൽ ചെയ്യും. ഇപ്പോൾ ഈവൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ രാഹുലെ അമ്മമ്മമാർ വീട്ടിൽ വരും, ഈ വെള്ളം ഓതലെന്നാണ് പറയുന്നത് അല്ലേ? ഒരു ഭസ്മം കൊണ്ടുവരും, തുളസിയില എടുക്കും, വെള്ളം എടുക്കും, ഓതുന്നു, പനിയാണെങ്കിൽ ഉഴിഞ്ഞിടുന്നു, പോകുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പനി മാറും, അല്ലെങ്കിൽ ആ അസുഖം മാറും, ഒരു കണ്ണേറ് മാറും. ഇത് എന്താണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം അന്ന് നമുക്ക് ചിന്തിക്കാനൊരു കഴിവില്ല. നമ്മളിതെല്ലാം ഭയങ്കര ഹാപ്പിയോടുകൂടി ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനൊരു സംഭവം കാണുന്നില്ല. അതിന് പുറമെ ചില പ്രൊഫഷണൽ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം വച്ചേക്കും. എപ്പോഴും വെള്ളം അടച്ചു വെച്ചേക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തിനാണ് വെള്ളം അടച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം അടച്ചു വെക്കേണ്ടതല്ലേ, ഒബ്വിയസ്ലി ആണ്. എന്തുകൊണ്ട് അവിടെ ഒരു മിനറൽ വാട്ടർ വയ്ക്കുന്നില്ല? മിനറൽ വാട്ടർ വയ്ക്കാൻ ഉള്ളൊരു സ്പേസ് ആണ്. എന്നിട്ടും വെറും പ്ലെയിൻ ഗ്ലാസ്സിൽ എന്തുകൊണ്ടാണ് വെള്ളം വയ്ക്കുന്നത്? മിക്കവാറും അവിടെ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഹീലറോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇങ്ങനെ ഈ പറയുന്ന സംഭവങ്ങളെപ്പറ്റി അറിയാനുള്ള ഒരാൾ കാണും. അദ്ദേഹം വെള്ളത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ജപിച്ചു വയ്ക്കും. ജപം എന്തിനു വേണ്ടിയാണ്? ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ഓഫീസുകളിലാണേ. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ആ ഓഫീസിൽ നടക്കുന്ന മീറ്റിംഗ് അവർക്ക് അനുകൂലമായി വരാൻ വേണ്ടിയാണ്, വേറൊന്നിനും വേണ്ടിയല്ല. ഒരു ലാർജ് ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരെങ്കിലും ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒബ്സർവ് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ നമ്മളറിയും വില പിടിച്ച സാധനങ്ങളാണല്ലോ, കാഷ്നട്ട്, ഡേറ്റ്സ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സർവിങ് മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ഈ വെള്ളത്തിനോടൊപ്പം ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സിലും ഇത് ജപിച്ചു തരും. അദ്ദേഹത്തിനോട് ആർക്കും ശത്രുതയൊന്നും ഉണ്ടാവരുതേ, എല്ലാവരും കൂടെ നന്നായിട്ട് നിൽക്കണമെന്നൊരു വിചാരമായിരിക്കും അത്. അദ്ദേഹം അവിടെ സക്സസ് ആയിരിക്കും. പക്ഷെ നമ്മളിത് മേടിച്ച് കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ ഈ ഗണപതി ഹോമം സമയങ്ങളിലൊക്കെ പല ആൾക്കാരും ഈ ഹോമിക്കുന്ന സമയങ്ങളിൽ മധുരം കൊടുത്ത് ഹോമിച്ചിട്ട് അതിലിങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ ആണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ജാതകപരമായി എങ്ങനെ നോക്കും? ഒരു ജാതകൻ ഒരു ജ്യോതിഷൻ്റെ അടുത്തോ ദൈവത്തിൻ്റെ അടുത്തോ പോകുന്ന സമയത്ത് ജാതകം നോക്കുമ്പോൾ 1-ാം ഭാവവും 6-ാം ഭാവവും 8-ാം ഭാവവും നോക്കുന്നത്. 1-ാം ഭാവം എന്ന് പറയുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾ, 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടോ, 8-ാം ഭാവം ലോഞ്ചിവിറ്റി, നമുക്ക് ആയുസ്. ലോഞ്ചിവിറ്റി പല ടേംസിലുണ്ടാവും. പക്ഷേ ഇത്രയും നോക്കുമ്പോൾ ഒരു ദൈവജ്ഞന് മനസ്സിലാവും ഈ വന്നിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ. പിന്നെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യണം. ഏത് ഏജിലാണ്, ഏത് ദശയാണ്, ഏത് ഉക്തിയാണ് നോക്കിയിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് അറിയാവുന്ന ഒരാൾ. അപ്പോൾ ഈ അസുഖപരമായി എന്തെങ്കിലും വരുമോ, അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ജലത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്
നമ്മളെ സൂര്യനെ ജപിക്കാൻ വേണ്ടി ഇരിക്കുക. 21 പ്രാവശ്യം സൂര്യൻ്റെ മന്ത്രം ജപിക്കുക. സൂര്യമന്ത്രം 21 പ്രാവശ്യം ജപിച്ച് കഴിയുന്ന സമയത്ത് സൂര്യോദയം ആകും. അതായത് സൂര്യോദയം ഫോർ എക്സാമ്പിൾ 6-നോ 6:02-നോ 6:03-നോ ആണെങ്കിൽ ആ 21 പ്രാവശ്യം ജപിക്കുന്നതിന് മുൻപുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു 5:30-കോ 5:45-നോ തുടങ്ങുക. അപ്പം സൂര്യൻ ഉദിച്ച് വരുമ്പം ഇതിങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കും. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ്റെ ഉദയം നമുക്ക് കാണാൻ പറ്റണം. ആ സമയത്ത് ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വെള്ളത്തിൽ 21 പ്രാവശ്യം നമ്മുടെ ഗായത്രി മന്ത്രം അറിയാമല്ലോ. ഗായത്രി മന്ത്രം ഏതാണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ ഗായത്രി മന്ത്രം ഓം ഭൂർഭുവഃ സ്വഹ ഫുള്ളുണ്ട്. ആ ഗായത്രി മന്ത്രം വെള്ളത്തിൽ നോക്കി ജപിക്കുക. അപ്പോൾ വെള്ളത്തിൽ നോക്കി എങ്ങനെ ജപിക്കുന്നത്? അപ്പോൾ സാധാരണ ആൾക്കാർ ജപിക്കാൻ പറയും, വെള്ളത്തിൽ നോക്കി ജപിക്കും. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇടത് കൈയുടെ മധ്യഭാഗത്ത് ഗ്ലാസ് വയ്ക്കുക. കുപ്പി ഗ്ലാസ് ആയിരിക്കണം. വലത് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന് നേരെ അഭിമുഖം വച്ചിട്ട് നമ്മൾ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത്, സൂര്യദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലേ. സൂര്യദേവൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്നെ ഈ പ്രാപഞ്ചിക ഊർജം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഊർജത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അവിടെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ സങ്കല്പിക്കുന്നത്. സൂര്യനെ സങ്കല്പിച്ച് സൂര്യൻ്റെ മന്ത്രം പറഞ്ഞതിന് ശേഷം ഈ വെള്ളം എടുത്ത് വയ്ക്കുന്നു. വെള്ളത്തിൽ ഗായത്രി മന്ത്രം ജപിക്കേണ്ട എങ്ങനെയാണ്? ഗായത്രി മന്ത്രം എങ്ങനെ ജപിക്കും? ഗായത്രി മന്ത്രം ജപിക്കുന്നത് നമ്മുടെ സഹസ്രാരത്തിൽ നിന്ന് ഗായത്രി മന്ത്രം വരുന്നതായി സങ്കല്പിക്കുക. ഓരോ തവണയും ജപം ചെയ്യുമ്പോൾ സഹസ്രാരത്തിൽ നിന്ന് ഗായത്രി മന്ത്രം വന്ന് നേരെ നമ്മുടെ തേടയിലേക്ക് വന്ന്, തേടയിൽ നിന്ന് നേരെ ഖണ്ഡനാളത്തിലേക്ക് വന്ന് അവിടെ നിന്ന് വാക്യകത്തുകൂടെ ചുണ്ടിൻ്റെ ഈ ആ വിടവില്ല, അതുവരെ നമ്മൾ സങ്കല്പിക്കുന്നത്. ആ വിടവിൽ കൂടെ ഇങ്ങനെ ഒരു വേവ്സ് പോകുന്നത് പോലെ ഗ്ലാസ്സിലേക്ക് വരുന്നതായിട്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഈ ഒരു എന്താ പറയുക റേഡിയസിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുക. നമ്മൾ ഈ ചുണ്ടിൽ നിന്ന് നിൽക്കില്ല, ഇതിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഇവിടെ കഴിയുമ്പോൾ അടുത്ത് വീണ്ടും തുടങ്ങി. 21 പ്രാവശ്യം ജപിക്കുക. നിങ്ങൾ 21 പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ വെള്ളം അടച്ചു വയ്ക്കുക. അടച്ചു വച്ചിട്ട് സങ്കല്പിക്കുക. നമുക്ക് എന്താണോ വേണ്ട സങ്കല്പം. ആദ്യം സൂര്യഭഗവാനോട് പറഞ്ഞത്, ഇവിടെ ഗായത്രി മന്ത്രം പറഞ്ഞിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. എന്നിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് 21 ദിവസം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ ഇനി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട 2 രീതിയുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക മെക്കാനിസം ഉണ്ടെങ്കിൽ ആ മെക്കാനിസം ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാനുവലി ചെക്ക് ചെയ്യാം. മാനുവലി ചെക്ക് ചെയ്യുന്ന 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് ജപിക്കാതെ മാറ്റി വയ്ക്കുക, ഒരു ഗ്ലാസ് ജപിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഈ 2 വെള്ളവും ജപം കഴിഞ്ഞതിന് ശേഷം നിങ്ങളും ടെസ്റ്റ് ചെയ്ത് വേറെ ആർക്കും കൊടുക്കുക. ഈ ജപിച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരു ചെറിയൊരു മധുരമോ അല്ലെങ്കിൽ കുടിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റോ, അത് മോളിക്യൂൾസിനെ എനർജൈസിങ് മെക്കാനിസമാണ്. എനർജൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളവും സാധാരണ ഗ്ലാസ്സിലെ വെള്ളവും കുടിച്ചാൽ മനസ്സിലാവും. ഇത് 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം നമ്മൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇനി ഈവൻ എന്തെങ്കിലും ഒരു സ്റ്റേജസിൽ എന്തെങ്കിലും അസുഖമുള്ളവരാണെന്ന് വെച്ചോളൂ, അവരുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിയതായിട്ട് സങ്കല്പിക്കുക. മാറിയതായിട്ട് സങ്കല്പിച്ചിട്ട് ഇത് ശരിക്കും മനസ്സിന് ഏറ്റവും കൂടുതൽ ബലപ്പെടുന്ന സംഭവമാണ്. ഈ മനസ്സിൻ്റെ കാരകനാരാണ്? ചന്ദ്രൻ അല്ലേ. അപ്പോൾ ചന്ദ്രനെ ഉപാസിക്കുന്ന ആരെ ഉപാസിക്കണം? ദേവിയാണ് എല്ലാവരും പറയുന്നത്. ദേവിയെ ഉപാസിക്കാം. പക്ഷേ മഹാദേവനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സ് ഭയങ്കര സ്ട്രോങ് ആവും. മഹാദേവനെ ഉപാസിക്കുന്നത് പോലെയാണ് സൂര്യഭഗവാനെ ഉപാസിക്കുന്നത്. അപ്പോൾ സൂര്യഭഗവാനെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അസുഖം മാറി എന്ന സങ്കല്പത്തിൽ. അപ്പോൾ ചോദിക്കും, ഈ പല പല അസുഖങ്ങളുള്ളവരൊക്കെ ഇത് ചെയ്താൽ മതിയാവുക? അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതൊരു വിശ്വാസമാണ്. ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ അസുഖം മാറി എന്ന് സങ്കല്പിച്ച് നമ്മൾ 21 ദിവസം ചെയ്ത് നോക്കി നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അസുഖം ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറണമെന്നില്ല. അതിൻ്റെ നിങ്ങൾ കഴിക്കുന്ന മരുന്നും ഈ സംഭവം കൂടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കുറയും. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഈ പറയുന്ന വാട്ടർ എനർജി. വാട്ടർ എനർജി ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ. ഇത് ഹെൽത്തിൻ്റെ മാത്രമാണ്. ഇപ്പോൾ സാമ്പത്തികമാണെങ്കിൽ വേറെയുണ്ട്. അല്ലെങ്കിൽ ഒരാൾ മന്ത്രങ്ങൾ വ്യത്യാസമാണ്. മന്ത്രങ്ങൾ വ്യത്യാസം, അതിൻ്റെ പ്രൊസീജിയർ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചോ. പറഞ്ഞാൽ കേൾക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹമെല്ലാം ഉണ്ടാവും. പക്ഷെ മക്കൾ വേറെ എന്തെങ്കിലും തലങ്ങളിലേക്ക് പോകുന്നു. നമ്മളവിടെ പോകണ്ടെന്ന് പറയുന്നു, അവർ പോകുന്നു. പക്ഷെ അവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. വെറുതെ വെള്ളം കൊടുത്താൽ മതി. പക്ഷേ ആ വെള്ളത്തിന് നമ്മളിടുന്ന സങ്കല്പം വേറെയാണ്, മന്ത്രം വേറെയാണ്. അപ്പോൾ വാട്ടർ എനർജൈസിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്.